ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ അല്ല, എപ്പോഴും ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്ന് ബിഗ് ബോസ് മലയാളം 6 and 6 ഗ്രാൻഡ് ലോഞ്ചാണ്. ഇന്ന് ഏഷ്യാനെറ്റിൽ രാത്രി 7 മണിക്ക്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷോ ആണ് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 1 മുതൽ 5 വരെ എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. സീസൺ 1 ആണ് ഫേവറേറ്റ്. പിന്നെ ഞാൻ തമിഴും കാണാറുണ്ട്. ഹിന്ദി ഞാൻ അങ്ങനെ കാണാറില്ല. അപ്പോൾ എന്തെങ്കിലും ക്ലിപ്സ് ഇങ്ങനെ കുറച്ച് കാണുന്നതല്ലാണ്ട് ഹിന്ദി അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അതിൻ്റെ ലോഞ്ചാണ്, അപ്പോൾ ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി യൂട്യൂബിലെല്ലാം കുറേ വീഡിയോസ് ഉണ്ട് അത് റിലേറ്റഡ് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടി ചെയ്യാം, എനിക്കും ആരൊക്കെ ആയിരിക്കും വരിക ഉണ്ടാവുക എന്നുള്ള തോന്നുന്നത് അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് മൊത്തം എനിക്കൊന്ന് 18 പേരാന്ന് തോന്നുന്നു കയറുന്നത്. ഓൾറെഡി 2 കോമണേഴ്സിനെ എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം ഏഷ്യാനെറ്റ് തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ആ കോമണേഴ്സ് എന്നുള്ളത്. റസ്മിൻ ബായും നിഷാന എന്ന പേരിലുള്ള 2 പേരാണ് ആ കോമണേഴ്സ്. ഓൾറെഡി അവരെ വീഡിയോസും അവരെ ഇൻസ്റ്റാഗ്രാമെല്ലാം ഓൾറെഡി എല്ലാവർക്കും അറിയാൻ തുടങ്ങി. പിന്നെയുള്ളത് എനിക്കൊന്നു നയന ജോൺസൺ എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഡാൻസറാണ്, നല്ല ഡാൻസറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസറാണ് നയന ജോൺസൺ. ആൾ ഏഷ്യാനെറ്റിൽ സീരിയൽസ് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പറയുന്ന പേര് അപ്സര ആൽബി. അപ്സര ആൽബിനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാകും, കാരണം സാന്ത്വനം സീരിയലിലെ വില്ലത്തി ക്യാരക്ടറായിരുന്നു. എനിക്കൊന്ന് അപ്പച്ചി എന്നുള്ള റോളായിരുന്നു തോന്നുന്നു. വില്ലത്തി ക്യാരക്ടറായിരുന്നു അപ്സര ആൽബി. അപ്പോൾ അപ്സര ആൽബിയും ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ മൂന്നാമത്തത് ഒരു യൂട്യൂബറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു ബ്യൂട്ടി വ്ളോഗറാണ്, ജാസ്മിൻ ജാഫർ. ഈ ഇടയ്ക്ക് അവരെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ജാഫറും വേറൊരു യൂട്യൂബറായിട്ട് എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ വന്നിട്ട് കുറച്ച് പ്രശ്നത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ നല്ല ചാൻസ് ഉണ്ട്. വരാമെന്നല്ല, ഓൾറെഡി ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും, അറിയില്ല. അപ്പം ഞാൻ പറയാണ്. പിന്നെ നാലാമത്തെ ഒരാളെന്ന് വെച്ചെങ്കിൽ ഋഷി മുടിയൻ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഉപ്പും മുളകും എന്നിലെ സിറ്റ്കോമിലെ മുടിയൻ ഋഷി. പിന്നെ ഉള്ളത് യമുന റാണി കുറേ സീരിയൽസിൽ അമ്മായിയമ്മ വേഷവും പിന്നെ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെയും ഫോട്ടോസിലെടുത്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഗ്രാൻഡ് ലോഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും കാണിക്കാത്തത്. പിന്നെ വരുന്നത് ശ്രീരേഖ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം ആർട്ടിസ്റ്റാണ്. ആളെ എനിക്ക് അങ്ങനെ കണ്ട് പരിചയമില്ല, പക്ഷേ ഫിലിം ആർട്ടിസ്റ്റ് ആണെന്നാണ് കേട്ടത്. പിന്നെ ഉള്ളത് ഒരു യൂട്യൂബറാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ആളുടെ വ്ളോഗ്സ് എല്ലാം, സിജോ ടോക്സ് എന്നുള്ളൊരു യൂട്യൂബറാണ്. പിന്നെ ഉള്ളത് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി. ആളുടെ മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആൾ. പിന്നെ ഉള്ളത് ശരണ്യ ആനന്ദും ഈ പറഞ്ഞ പോലെ ഒരു ഡാൻസറാണ്. പിന്നെ ഒരു കുടുംബവിളക്ക് സീരിയലിലെ വില്ലത്തി റോൾ ചെയ്യുന്ന ആളാണ്, ഡാൻസറാണ്. ഏഷ്യാനെറ്റിലെ ഡാൻസ് ഷോയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഡാൻസിങ് സ്റ്റാർ എന്നുള്ള ഷോയിൽ ശരണ്യ ആനന്ദ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള പേര് ഗബ്രിയേൽ ജോസ് എന്നുള്ള പേരാണ്. ആളെ എനിക്ക് അത്ര പരിചയമില്ല. ഞാൻ കുറേ ഫോട്ടോസൊക്കെ കണ്ടു, ഇൻസ്റ്റയിൽ തപ്പിയപ്പോൾ എനിക്ക് കണ്ടില്ല. ആൾക്ക് ഫാൻ പേജസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്, പക്ഷേ അറിയില്ല. ഗബ്രിയേൽ ജോസ്. പിന്നെ ഉള്ളത് ശ്രീതും ഈ പറഞ്ഞ പോലെ സീരിയൽ ആർട്ടിസ്റ്റാണ്. അമ്മ അറിയാതെ എന്നുള്ള സീരിയലിലെ ആർട്ടിസ്റ്റാണ് ശ്രീതു. പിന്നെ കേൾക്കുന്നത് ആൾ വരുമെന്ന് എനിക്കറിയില്ല, അൻസിബേൻ്റെ പേര് കേൾക്കുന്നുണ്ട്. നമ്മളെ ദൃശ്യം സിനിമയിൽ മോഹൻലാലിൻ്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ള അൻസിബേൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ അൻസിബ. പിന്നെ പർവീൻ എന്നുള്ളൊരു പേരും കേൾക്കുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് മല്ലു എന്ന് പേരുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് പർവീൻ. പിന്നെ കേൾക്കുന്നുള്ളത് ജസീല പർവീൻ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ആള് സീരിയൽ ആർട്ടിസ്റ്റാണ്. പിന്നെ സ്റ്റാർ മാജിക്കിൽ മിക്ക എപ്പിസോഡിൽ ഉണ്ടാവലുണ്ട് ജസീല പർവീൻ. ആൾ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജസീല പർവീൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ കേൾക്കുന്നുള്ളത് ബിഗ് ബോസിൽ തന്നെ, ഏഷ്യാനെറ്റിൽ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു കാവേരി തുമ്പിൽ നിന്നൊരു പാട്ട് പാടിക്കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, രതീഷ്. അവരുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, അറിയില്ല എത്രത്തോളം സത്യം എന്ന്. അപ്പോൾ അവരുടെ പേരും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം മൊത്തം 17 ആൾക്കാർ, അതിന് ഒരാളും കൂടിയാണ്, അത് ജിൻഡോ എന്നുള്ളൊരു ആളെ പേര് കേൾക്കുന്നുണ്ട്. ആൾ എയർപോർട്ടിലേക്കുള്ള എയർപോർട്ടിൽ പോകുന്ന വീഡിയോസ് എല്ലാം വൈറലായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ എന്നുള്ള ഒരാളെ പേരും കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 18 പേരെയാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെത്. അപ്പോൾ അതിൽ ഞാനൊന്ന് നോക്കിയിട്ട് എടുത്ത 18 പേരാണിത്. ചിലപ്പോൾ ഇവരുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ അവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും പിന്നെ അവർ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനത് എടുത്തത്. അറിയില്ല എത്രത്തോളം കറക്റ്റ് ആവുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ചിലപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അത് മാത്രമായിരിക്കില്ല, അതും എൻ്റെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സും ഷോർട്സൊക്കെ ആയിരിക്കും.
അപ്പോൾ ബിഗ് ബോസ് ലൈവിൻ്റെ വീഡിയോ ഞാൻ ഇടില്ല, ലൈവ് റിവ്യൂ ഞാൻ ഇടില്ല. ലൈവ് വീഡിയോ ആയിട്ടുള്ള റിവ്യൂ അല്ല, എപ്പിസോഡ് റിവ്യൂ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് നാളെ വീഡിയോ ഇടാൻ ശ്രമിക്കാറില്ല. എനിക്ക് അത്രത്തോളം നടക്കുന്ന വർക്കും ഇതും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്ന് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ മാത്രം വീഡിയോസ് ആയിരിക്കും. നമുക്ക് എങ്ങനെയായാലും എല്ലാം കൂടി ബിഗ് ബോസ് റിവ്യൂ പ്ലസ് എൻ്റെ നോർമൽ വ്ളോഗ്സുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്